വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് Eduops. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മാസം കൊണ്ട് നമുക്ക് നെറ്റ് എക്സാം നേടിയെടുക്കാം, അല്ലെങ്കിൽ നെറ്റ് എങ്ങനെ നമുക്ക് ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം, പല കാൻഡിഡേറ്റുകളും 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടാണ് നമ്മൾ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അത്രയൊന്നും പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് വെറും ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നെറ്റ് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്കറിയാം 2 പേപ്പേഴ്സുകളാണ് ഉള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യൻസുകളും പേപ്പർ 2ൽ 100 ക്വസ്റ്റ്യൻസുകളാണുള്ളത്. പേപ്പർ 1 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ സബ്ജക്റ്റിലുള്ള ആളുകൾക്കും സെയിം ആയിരിക്കും. ദെൻ പേപ്പർ 2 എന്ന് പറയുന്നത് അതത് സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേറ്റിന് അല്ലെങ്കിൽ കൊമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റിനുള്ള കുട്ടികൾക്ക് കൊമേഴ്സ് സബ്ജക്റ്റുകൾ, ദെൻ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ്, അങ്ങനെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും പേപ്പർ 2 എന്ന് പറയുന്നത്. നമുക്കറിയാം, പേപ്പർ 1നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം പേപ്പർ 2ൻ്റെ സിലബസും പേപ്പർ 1ൻ്റെ സിലബസും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ 2ൻ്റെ സിലബസ് എന്ന് പറയുന്നത് വാസ്റ്റ് സിലബസ് ആണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ അതിൽ 10 യൂണിറ്റുകളുണ്ട്. 2ലും 10 യൂണിറ്റുകളെയാണ്. പേപ്പർ 1ലുള്ള 10 യൂണിറ്റിൽ അതൊന്ന് നമുക്ക് ചില യൂണിറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നോർമലി നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസിക് പേപ്പർ 1ലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കോംപ്രഹെൻഷൻ, അല്ലെങ്കിൽ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആ ഒരു പാരഗ്രാഫിൽ തന്നെ നമുക്കത് ആൻസേഴ്സ് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ അത്തരം യൂണിറ്റുകൾ, അതായത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, മാത്സ് റീസണിങ്, അത്തരം യൂണിറ്റുകളിലൊന്നും നമ്മൾ കൂടുതലായിട്ട് റെഫർ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ ബാക്കിയുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒന്നും നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് അല്ല, ചെറിയ ചെറിയ സിലബസുകളാണ്. അതായത് ലോജിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസുകളാണ് റിസർച്ചിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും വരുന്നത്. ദെൻ മറ്റുള്ള ഹയർ എഡ്യൂക്കേഷൻ, പീപ്പിൾ ആൻഡ് എൻവിറോൺമെൻറ്റ്, ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് കമ്മ്യൂണിക്കേഷൻ, ICT, ഇവയെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് റെഫർ ചെയ്ത് പഠിക്കുന്നത് വേണം. എങ്കിൽ നമുക്ക് പേപ്പർ 1ൽ അത്യാവശ്യം സ്കോർ നമുക്ക് നേടാവുന്നതാണ്. പേപ്പർ 2ൻ്റെ സിലബസ് എടുത്തിട്ടുണ്ടെങ്കിൽ 10 യൂണിറ്റുകളും പലരുടെ സബ്ജക്റ്റിലെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടോപ്പിക്കുകളായിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ടാവുക. സബ്ജക്റ്റിലുള്ള ഓരോ ക്വസ്റ്റ്യൻസുകളും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എടുക്കുന്ന ഓരോ സബ്ജക്റ്റ്, അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ചെങ്കിലും ഇൻഫർമേഷൻസ് ആ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരിക്കും. ദെൻ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു കുട്ടിക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ സബ്ജക്റ്റ് പേപ്പറിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പേപ്പർ 1ന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. പേപ്പർ 1ൽ നമ്മൾക്ക് 50 ക്വസ്റ്റ്യൻസ് വീതം 2 മാർക്ക് വീതമാണുള്ളത് 100 മാർക്കിലോട്ട്. ഈ 100 മാർക്കിൽ നമ്മൾ മാക്സിമം ഒരു 70 മാർക്കെങ്കിലും സ്കോർ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പേപ്പർ 1ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ എങ്ങനെയാണ് ഓരോ മാസവും നമ്മൾ പഠിച്ച്, അല്ലെങ്കിൽ വെറും ഒരു മാസം കൊണ്ട് പഠിച്ച് നെറ്റ് നേടുന്ന എല്ലാ ആളുകളും പേപ്പർ 1ൽ ക്വാളിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ പേപ്പർ 1ൽ കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതുകൊണ്ടാണ് അവർ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഓരോ സബ്ജക്റ്റ് യൂണിറ്റുകളും നമ്മൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് രൂപത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ മോക്ക് ടെസ്റ്റ് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നത് കൂടുതൽ നമുക്ക് നെറ്റ് എക്സാമിന് കൂടുതലായിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പേപ്പർ 1ലും പേപ്പർ 2ലും ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ആൻസർ ചെയ്യണം. ഒരു പർട്ടിക്കുലർ പാറ്റേണിലായിരിക്കും നമ്മുടെ നെറ്റ് എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അതിൽ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ആൻസർ ചെയ്ത് നോക്കേണ്ടത്. ദെൻ
നമ്മൾക്കറിയാം, നമുക്ക് ഓരോ കണ്ടന്റ് പഠിച്ച് തീർന്നതിന് ശേഷം മോക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം നമുക്കറിയാം ഓരോ യൂണിറ്റുകളും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സുകൾ ഏതാണോ അത്തരം ടോപ്പിക്കുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പഠിച്ചുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാം. ദെൻ എക്സാമിൻ്റെ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ടോപ്പിക്സുകൾ നമ്മൾ പഠിക്കുന്നത് നിർത്തണം. കാരണം എന്താ വെച്ചാൽ പുതിയ ടോപ്പിക്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു ഫിയർ കാരണം നമ്മൾ പുതിയ ടോപ്പിക്സുകൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ 2 ദിവസം മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കണ്ടുപരിചയപ്പെടാനും പുതിയ ഓരോ ക്വസ്റ്റ്യൻസുകളും വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റുള്ളൂ. നമുക്കറിയാം നെറ്റ് എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡാണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഉള്ളൂ. ദെൻ നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് പല കുട്ടികളുടെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആളുകൾക്ക് മാത്സ് ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. മറ്റുള്ള കുട്ടികൾക്കാവട്ടെ തിയറി സബ്ജക്റ്റുകൾ സോൾവ് ചെയ്യാനായിരിക്കും കൂടുതലായിട്ടുള്ള കപ്പാസിറ്റി. അപ്പോൾ ആ ഒരു കേസുകളിൽ തിയറി സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മാത്സ് റീസണിങ് ക്വസ്റ്റ്യൻസുകളോട് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ ചെയ്ത് നോക്കാം. തിയറി ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ തിയറി സബ്ജക്റ്റുകൾ വളരെ ഡീറ്റെയിൽ അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിലും ഫുൾ മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് നെറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമ്മൾ സഹായിക്കുന്നതാണ്. ദെൻ നമ്മൾ ഓരോ എക്സാം കഴിയും തോറും ഓരോ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. പലപ്പോഴും നെറ്റ് എക്സാമുകൾ ഓരോ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നടന്നിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അടുത്ത വർഷമാകുമ്പോഴത്തേനും അവരുടെ പാറ്റേണിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ചേഞ്ച് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പാറ്റേണുകൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നമ്മൾ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം ഷെഡ്യൂൾ നമ്മൾ ഫോം ചെയ്തിട്ട് വേണം പഠിക്കാൻ. ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് ചില ആളുകൾക്ക് വർക്ക് ഉണ്ടായിരിക്കാം, ചില ആളുകൾക്ക് മറ്റേതെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരക്കാരെ അവർക്ക് ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ടൈം ഷെഡ്യൂളുകൾ സെറ്റ് ചെയ്തിട്ട് വേണം എക്സാമിന് പഠിക്കാൻ. എപ്പോഴും നമുക്കറിയാം ഒരു മാസം കൊണ്ട് നമ്മൾക്ക് നെറ്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടൈം ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ത്രൂ ഔട്ട് എക്സാം വരെ ആ ഒരു ടൈം ഷെഡ്യൂൾ അല്ലെങ്കിൽ ആ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലൂടെ നമുക്ക് 2 പേപ്പറിനും കൂടുതലായിട്ട് പേപ്പർ 1ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് എക്സാം ഈസി ആയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാവുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ Eduops എന്ന ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Eduops എന്ന ഈ ചാനലിലൂടെ NTA നെറ്റ് JRFനുള്ള പേപ്പർ 1 ക്ലാസ്സുകളും പേപ്പർ 2ലുള്ള കൊമേഴ്സ് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഇത്തരം വീഡിയോസുകൾ നിങ്ങളെ കൂടുതലായിട്ടും നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക്